അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം ഈ ടോപ്പിക്ക് നോക്കാം. ദി ഫാമിലി, അതായത് ദി ഫാമിലിയാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ എങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുക എന്നുള്ളത് നോക്കാം. ആദ്യത്തേത് ഡർ ഫാറ്റർ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ആർ ഫാറ്റർ എന്നുള്ളത് ഒരു ഹിൻ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ദസ് ഈസ്റ്റ് മൈൻ ഫാറ്റർ, അത് എൻ്റെ ഫാദറാണ്. ഇനി മദർ ആണെങ്കിൽ ദസ് ഈസ്റ്റ് മൈനെ മുട്ടർ, അപ്പോൾ ഇതെൻ്റെ മദറാണ്. നമുക്കറിയാം, നമ്മൾ പൊസസീവ് ആർട്ടിക്കിൾ പഠിച്ചിരുന്നു. മാസ്കുലൈൻ ആണെങ്കിൽ മൈൻ എന്നും ഫെമിനൈൻ ആണെങ്കിൽ മൈനെ എന്നും വരിക. ഇനി പ്ലൂരൽ ആകുമ്പോൾ ദസ് ഇൻഡ് മൈനെ എൽട്ടർ എന്ന് വരിക. എൽട്ടർ എന്ന് പറഞ്ഞാൽ പാരൻസ് ആണ്. ഇനി ബ്രൂഡർ ആണെങ്കിൽ, ബ്രദർ ആണെങ്കിൽ ദസ് ഇസ്റ്റ് മൈൻ ബ്രൂഡർ എന്നാണ് വരിക, മാസ്കുലൈൻ ആയതുകൊണ്ട്. ഇനി ഫെമിനൈൻ ആകുമ്പോൾ ഷ്വെസ്റ്റർ ആകുമ്പോൾ, സിസ്റ്റർ ആണ് ഷ്വെസ്റ്റർ, അത് മൈനെ ആവും, ദസ് ഇസ്റ്റ് മൈനെ ഷ്വെസ്റ്റർ. ഇനി ഗെഷ്വിസ്റ്റർ എന്ന് പറഞ്ഞാൽ സിബ്ലിങ്സ് ആണ്, ദസ് ഇൻഡ് മൈനെ ഗെഷ്വിസ്റ്റർ, അതെൻ്റെ സിബ്ലിങ്സ് ആണ്. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഏകദേശം നമ്മുടെ ഫാമിലിയുള്ള എല്ലാവർക്കും നമ്മൾ പറഞ്ഞു ഏകദേശം മൈൻ ഫാറ്റർ, മൈനെ മുട്ടർ, മൈൻ ബ്രൂഡർ, മൈനെ ഷ്വെസ്റ്റർ, അങ്ങനെയാണ് വരിക. ഇനി ഗ്രാൻഡ് ഫാദർ എങ്ങനെയാണ് പറയാൻ നോക്കാം. ദസ് ഈസ്റ്റ് മൈൻ ഗ്രോസ് ഫാറ്റർ എന്നാണ് പറയുക. ഗ്രാൻഡ് ഫാദറിന് ഗ്രോസ് ഫാറ്റർ എന്നാണ് പറയുക, അല്ലെങ്കിൽ ഓപ്പ എന്നും പറയും. നോർമലി ഓപ്പ എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയാണ്. ഓപ്പ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദറാണ്. ഓമ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദറുമാണ്. അതിൻ്റെ ഫോർമലായിട്ട് ദസ് ഈസ് മൈനെ ഗ്രോസ് മുട്ടർ എന്ന് പറയാം. ഓമ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. ഇനി ഇവർ രണ്ടുപേരെയും കൂടെ പ്ലൂരലായിട്ട് നമ്മളെങ്ങനെ പറയും? ദസ് ഇൻഡ് മൈനെ ഗ്രോസ് എൽട്ടേൺ. ഗ്രോസ് എൽട്ടേൺ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പാരൻസ്. അപ്പോൾ ദസ് ഇൻഡ് മൈനെ ഗ്രോസ് എൽട്ടേൺ അതെൻ്റെ ഗ്രാൻഡ് പാരൻസ് ആണ്. ഇനി ഓങ്കൽ എന്ന് പറഞ്ഞാൽ അങ്കിളാണ്. ദസ് ഈസ്റ്റ് മൈൻ ഓങ്കൽ. മാസ്കുലൈൻ ആയതുകൊണ്ടാണ് മൈൻ ഓങ്കൽ ആയത്. ആൻറ്റി ആവുമ്പോൾ മൈനെ ആവും. ദസ് ഈസ്റ്റ് മൈനെ ടാൻഡെ. ടാൻഡെ എന്ന് പറഞ്ഞാൽ ഓണ്ടാണ്. ഇനി ഇവിടെയുള്ളൊരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കണം. ദസ് ഈസ്റ്റ് മൈനെ കുസീനയും ഉണ്ട്, ദസ് ഈസ്റ്റ് മൈൻ കുസിനും ഉണ്ട്. അത് ആദ്യത്തേത് ലേഡി കസിനെയാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് മൈനെ കുസീനെ വന്നത്. രണ്ടാമത്തേത് മെയിൽ ആയതുകൊണ്ട് മൈൻ കുസിൻ. ദസ് ഈസ്റ്റ് മൈനെ കുസീനയും ദസ് ഈസ്റ്റ് മൈൻ കുസിനും. ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തെ ഒരു സെൻറ്റൻസ് കൂടെ പറഞ്ഞു നിർത്താം. മൈനെ ഫാമിലി ഈസ്റ്റ് ഗ്രോസ് അല്ലെങ്കിൽ ക്ലൈൻ. ഗ്രോസ് എന്ന് പറഞ്ഞാൽ വലുതാണ്. നമ്മൾ ഓപ്പോസിറ്റ് പഠിക്കുമ്പോൾ പഠിച്ചിരുന്നു. ഗ്രോസ് വലുതും ക്ലൈൻ ചെറുതുമാണ്. അപ്പോൾ മൈനെ ഫാമിലി ഈസ്റ്റ് ഗ്രോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി വലുതാണ്, അല്ലെങ്കിൽ ക്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി ട്രീ വരിക. ഏകദേശം ഗ്രോസ് മൈൻ ഗ്രോസ് ഫാറ്റർ, മൈനെ ഗ്രോസ് മുട്ടർ, മൈൻ ഫാറ്റർ, മൈനെ മുട്ടർ, മൈൻ ബ്രൂഡർ ഇഷ്, ഞാൻ എന്നുള്ള അർത്ഥത്തിൽ മൈനെ ഷ്വെസ്റ്റർ, മൈൻ ഓങ്കൽ, മൈനെ ടാൻഡെ, മൈൻ കുസിൻ, മൈനെ കുസീനെ. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ച്. ജസ്റ്റ് എങ്ങനെയൊക്കെയാണ് ഈ ആൾക്കാരെയൊക്കെ പറയാന്നുള്ളത് പഠിച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി നമുക്ക് ആർട്ടിക്കിൾ ഇം അക്യുസാറ്റീവിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ ഇം നോമിനാറ്റീവ് പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ആർട്ടിക്കിൾ ഇം അക്യുസാറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. സബീന ഹാറ്റ് ഐനൻ ബ്രോഡർ. രണ്ടാമത്തത് വിയർ ഹാബൻ ഐൻ കിൻഡ്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഇതുവരെ പഠിച്ച നോമിനാറ്റീവുമായിട്ടുള്ള ഡിഫറൻസ് എന്താണ്? ഇത് ഒരേ സെൻറ്റൻസിൽ തന്നെ ഒരു സബ്ജക്റ്റും ഒരു ഒബ്ജക്റ്റുമോ ഒരു സെൻറ്റൻസിൽ തന്നെ വരും. അതായത് സബീന എന്ന് പറഞ്ഞ ഒരാളെ പറ്റി നമ്മൾ പറയുകയാണ്. സബീന എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു സബ്ജക്റ്റ് വന്നു. ഹാറ്റ് ഐനൻ ബ്രൂഡർ എന്ന് പറയുന്ന ഒരു ബ്രദർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, രണ്ടാമത്തെ ഒരു സാധനം കൂടി സെൻറ്റൻസിൽ വന്നു. അപ്പോൾ രണ്ടാമത് വരുന്ന സംഗതി എന്തായാലും, ഒബ്ജക്റ്റ് ആയാലും സബ്ജക്റ്റ് ആയാലും, അത് എന്തായാലും അത് അക്യുസാറ്റീവിലേക്ക് പോകണം. അതാണ് റൂൾ. അതായത് നമ്മൾ പഠിച്ചത് ഒരു ആപ്പിൾ എന്ന് പറയുന്നതിന് നമ്മൾ നോമിനാറ്റീവിൽ നമ്മൾ പഠിച്ചത് ഐൻ ആപ്ഫൽ എന്ന് പറയണമെന്നാണ്. ഐൻ ആപ്ഫൽ അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ബ്രൂഡർ എന്നുള്ളത് മാസ്കുലൈൻ. അപ്പം ഐൻ ബ്രൂഡർ എന്നാണ് നമ്മൾ ശരിക്കും പറയേണ്ടത്. അപ്പം പക്ഷേ ഇവിടെ ഐനൻ വന്നു. എന്തുകൊണ്ട് വന്നു? കാരണം ഓൾറെഡി ഈ സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റ് വന്നു. രണ്ടാമത് വരുന്നത് അക്യുസാറ്റീവിലേക്ക് പോയി. എന്തുകൊണ്ട് ഐനൻ ആയി എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും നോമിനാറ്റീവിൻ്റെ മാതിരി ഐനല്ല, എന്തോ ഒരു മാറ്റമുണ്ട്. എന്തുകൊണ്ട് ഐനൻ ആയി എന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ നോക്കിക്കേ, വിയർ ഹാബൻ ഐൻ കിൻഡ്. ഇത് നമ്മൾ ഐൻ കിൻഡ് എന്ന്, അല്ലെങ്കിൽ മാസ്കുലൈൻ ആയിട്ടുള്ള നോയ്ട്രൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് ആർട്ടിക്കിൾ ഐൻ തന്നെയാണ് പഠിച്ചത്. ഐനെ ഐൻ എന്നാണ് നമ്മൾ ഉൺബെസ്റ്റിമേറ്റ് പഠിച്ചത്. കൈനെ എന്നാണ് നെഗറ്റീവ് പഠിച്ചത്. നോമിനാറ്റീവിൻ്റെ ആർട്ടിക്കിളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ ടേബിൾ പഠിച്ചിട്ടുള്ളവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കും. ദർ ദി ദസ് ദി എന്നാണ് നമ്മൾ ബെസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ. ഐനെ ഐനാണ് ഉൺബെസ്റ്റിമേറ്റ്. കൈനെയാണ് നെഗറ്റീവ് ആർട്ടിക്കിൾ. അപ്പോൾ ഐനെ ഐൻ നോയ്ട്രലിൻ്റെ ഐനാണ്. അപ്പോൾ വിയർ ഹാബൻ ഐൻ കിൻഡ്, അത് സെയിം ആണ് അല്ലേ? നമ്മൾ നോമിനാറ്റീവിൽ പഠിച്ചത് ഐൻ എന്ന് തന്നെയാണ്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒബ്ജക്റ്റ് അക്യുസാറ്റീവിൽ വരുന്നത് ഒരു പേഴ്സൺ ആവാം, ഒരാളാവാം, അല്ലെങ്കിൽ ഒരു തിങ് ആവാം, ഒരു ഒബ്ജക്റ്റ് ആവാം. അപ്പോൾ
ഇവിടെ ആദ്യത്തെ ഒരു എക്സാമ്പിൾ, വേൻ ലീവ്ഡ് പേട്ര, ഹൂം ഡസ് പേട്ര ലവ്, പേട്ര ആരെയാണ് സ്നേഹിക്കുന്നത്. അതിൻ്റെ ആൻസർ ആയിട്ട് പേട്ര ലീവ്ഡ് ഇയറൻ മൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അവരുടെ ഹസ്ബൻഡിനെ എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഈ ഇയർ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇയറൻ മൻ എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. ഇയറൻ എന്ന് വരുന്നത് നമ്മൾ ഒന്നും കണ്ടിട്ടില്ല. ഇതെന്തുകൊണ്ടാണ് വന്നത്? കാരണം ഈ സെൻറ്റൻസിൽ ഓൾറെഡി ഒരു സബ്ജക്റ്റ് മെൻഷൻ ചെയ്യപ്പെട്ടു. പേട്ര എന്നുള്ളത് ഒരാളുടെ പേരാണ്, അപ്പോൾ ഓൾറെഡി ഒരു സബ്ജക്റ്റ് അവിടെ വന്നു. രണ്ടാമത് വരുന്ന ഒബ്ജക്റ്റ് എന്തായാലും അക്യൂസാറ്റീവിലായേ പറ്റൂ, അതുകൊണ്ടാണ് ഇയറൻ മൻ ആയത്. ഇനി ഒരു ഒബ്ജക്റ്റിന് എക്സാമ്പിൾ റൈറ്റ് സൈഡിലുണ്ട്. വാസ് ഹാസ് ടു ഡു, വാട്ട് ഡു യു ഹാവ്, നിങ്ങളുടെ അടുത്ത് എന്താണുള്ളത്? ഈ ഷാബെ ഐൻ ഔട്ടോ, എൻ്റെ അടുത്ത് ഒരു കാർ ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇത് നമ്മൾ നോമിനേറ്റീവിൽ പഠിച്ചത് എന്താ പറയുക, നോയിട്രലുള്ളത് ഐൻ ഔട്ടോ എന്ന് തന്നെയാണ്. ഔട്ടോ എന്നുള്ളത് ഒരു കാർ, ഐ ഹാവ് എ കാർ എന്ന് വെച്ചാൽ എന്താ പറയുക, ദസ് ഈസ് ഐൻ ഔട്ടോ, അതൊരു കാറാണ്, നമ്മൾ പഠിച്ചത് ഐൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. നോമിനേറ്റീവ് ആണെങ്കിലും അക്യൂസാറ്റീവ് ആണെങ്കിലും നോയിട്രലിൻ്റെ ആർട്ടിക്കിളിൽ വ്യത്യാസമില്ല, ഐന്ന് തന്നെയാണ് വരുന്നത് അല്ലേ. നമ്മൾ നേരത്തെയും കണ്ടു, ഇവിടെയും നമ്മൾ വി ആർ ഹാബൻ ഐൻ കിൻഡ്, എനിക്കൊരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ഐൻ തന്നെയാണ് പറഞ്ഞത്, അതിൽ വ്യത്യാസമില്ല. അപ്പോൾ എന്തൊക്കെ വ്യത്യാസം ഉള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബെസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ ഇൻ അക്യൂസാറ്റീവ് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ ഇവിടെ ഡർ ആപ്ഫിൽ ആണെന്ന് തന്നിട്ടുണ്ട്. ആപ്ഫിൽ നമ്മൾ പഠിച്ചു അല്ലേ, മാസ്കുലൈൻ ആണ്. ഇഷ് എസ് എ ഐനൻ ആപ്ഫൽ എന്നാണ് ആദ്യത്തെ സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ എന്താ വന്നത്? ഐനൻ എന്നാണ് വന്നത്. നമ്മൾ നോമിനേറ്റീവിൽ ദസ് ഈസ്റ്റ് ഐൻ ആപ്ഫൽ എന്നാണ് പഠിച്ചത്. ഐൻ എന്ന് മാത്രമല്ല, ഇവിടെ ഐനൻ ഈ എന്നെ ആഡ് ചെയ്യപ്പെട്ടു. ഇതെന്തുകൊണ്ടാണ്? കാരണം ഈ സെൻറ്റൻസിൽ ഇഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഓൾറെഡി സെൻറ്റൻസിൽ വന്നു. ഇഷ് എസ് എ ഐനൻ ആപ്പിൾ, ഐ ഈറ്റ് ആൻ ആപ്പിൾ എന്നാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഐ എന്നുള്ളത് ഐനൻ ആയത്. അടുത്തത് ഡർ ബ്രൂഡ്, അത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഡർ ബ്രൂഡർ, ബ്രദറിനെ പറ്റിയാണ് പറയുന്നത്. ഐ ഹാവ് എ ബ്രദർ എന്ന് പറയണം. ഇഷ് ഹാബ് എ ഐനൻ ബ്രൂഡർ, മാസ്കുലൈൻ ആണ്. ഡർ സാഫ്റ്റ് എന്ന് വെച്ചാൽ ജ്യൂസ് ആണ്, ഡർ സാഫ്റ്റ് മാസ്കുലൈൻ ആണ്. ട്രിങ്ക്ഡ് ഐനൻ സാഫ്റ്റ്, ഹി ഡ്രിങ്ക്സ് എ ജ്യൂസ്. ഡർ ടിഷ്, വിയർ കൗഫൻ ഐനൻ ടിഷ്. അപ്പോൾ ഇതെല്ലാം മാസ്കുലൈൻ ആയപ്പോൾ എല്ലാത്തിൻ്റെയും ആർട്ടിക്കിൾ ഐനൻ എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കൊരു ഫെമിനൈൻ നോക്കി നോക്കാം. ഫെമിനൈൻ്റെ ആദ്യത്തെ എക്സാമ്പിൾ ഇഷ് ഹാബെ ഐനെ കാറ്റ്സെ, എനിക്കൊരു ക്യാറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ വന്നത്? ഐനെ ആന്ന് വന്നില്ലേ. ഇത് നമ്മൾ നോമിനേറ്റീവിൽ എന്തായും പഠിച്ചത്? ഐനെ തന്നെയാണ് പഠിച്ചത്. ഐൻ ഐനെ ഐൻ ഐനെ അങ്ങനെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഫെമിനൈൻ ഐനെയാണ്. ഫെമിനൈൻ ഐനെ ആയതുകൊണ്ട് ഇത് നോമിനേറ്റീവിൽ ഐനെയാണ്, അക്യൂസാറ്റീവിലും ഐനെ തന്നെയാണ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. ദി പിസ്സ, പിസ്സൻ്റെത് ഫെമിനൈൻ ആർട്ടിക്കിൾ ആയിട്ടാണ് പറയുന്നത്. ദി പിസ്സയാണ്. ഈ ഷെസെ ഐനെ പിസ്സ, ഞാനൊരു പിസ്സ കഴിച്ചു. ദി കോള, ഡ്രിങ്ക്ഡ് ഐനെ കോള, ഹി ഡ്രിങ്ക്സ് എ കോള, ഇവിടെയും ഐനെയാണ് വന്നത്. ദി ലാംബെ, വിയർ കൗഫൻ ഐനെ ലാംബെ, ഞങ്ങൾ ഒരു ലാമ്പ് വാങ്ങി. അപ്പോൾ ഇവിടെയും ഐനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫെമിനൈൻ എക്സാമ്പിൾ ആണെങ്കിൽ ഐനെ തന്നെയാണ്. നോമിനേറ്റീവിൽ നമ്മൾ പഠിച്ചുകൊണ്ടുവന്നതിന് ദസ് ഈസ്റ്റ് ഐനെ പിസ്സ എന്ന് നമ്മൾ നോമിനേറ്റീവിൽ പറയാം. ഇഷ് എസ് എ ഐനെ പിസ്സ എന്ന് പറയുന്നത് അക്യൂസാറ്റീവ് ആണ്. ഇഷ് ഞാൻ എന്നുള്ള സെൻറ്റൻസ് ഓൾറെഡി വന്നു, അപ്പോൾ അക്യൂസാറ്റീവ് ആണ്. പക്ഷെ അതാണെങ്കിലും ഐനെ തന്നെയാണ് വരിക ഫെമിനൈൻ ആണെങ്കിൽ. ഇനി നമുക്ക് നോയിട്രൽ നോക്കാം. വിയർ ഹാബൻ ഐൻ ബേബി, നമ്മൾ നോമിനേറ്റീവിൽ എന്താ പഠിച്ചത്? ദസ് ഈസ്റ്റ് ഐൻ ബേബി, അതൊരു ബേബിയാണ്. എന്നാൽ വിയർ ഹാബൻ ഐൻ ബേബി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ബേബി ഉണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു സബ്ജക്റ്റ് അവിടെ വന്നു. അപ്പോൾ രണ്ടാമത്തെ ഒരു ബേബി എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് എന്തായാലും അക്യൂസാറ്റീവ് ആയേ പറ്റൂ. പക്ഷേ വിയർ ഹാബൻ ഐൻ ബേബി അക്യൂസാറ്റീവ് ആണെങ്കിലും നമ്മൾ നോമിനേറ്റീവിൽ പഠിച്ച പോലെ തന്നെ ആർട്ടിക്കിൾ ഐൻ എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. കുറച്ച് എക്സാമ്പിൾ കൂടി നോക്കാം. ദസ് സാൻഡ്വിച്ച് ആണ്, സാൻഡ്വിച്ച് ദസ് ആണ്. ഈ ഷെസ് എ ഐൻ സാൻഡ്വിച്ച്, ഞാനൊരു സാൻഡ്വിച്ച് അയച്ചു. ദസ് ബിയർ, ഡ്രിങ്ക്ഡ് ഐൻ ബിയർ, ഹി ഡ്രിങ്ക്സ് എ ബിയർ, അതും ഐൻ തന്നെയാണ്. ദസ് ബുഹ്, വിയർ കൗഫൻ ഐൻ ബുഹ്, ഞങ്ങളൊരു ബുക്ക് വാങ്ങി, ഇവിടെയും ഐൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫെമിനൈൻ ആണെങ്കിലും നോയിട്രൽ ആണെങ്കിലും നോമിനേറ്റീവിൻ്റെ അതേ ആർട്ടിക്കിളാണ് വന്നിട്ടുള്ളത്, പക്ഷേ മാസ്കുലൈന് മാറിയിട്ടുണ്ട്. ഇനി പ്ലൂരൽ, ഇഷ് ഹാബെ സോയ് ബ്രൂഡർ, ഇത് നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. ഇതില്ലാതെ തന്നെയാണ് പറഞ്ഞത്, എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇതാണ് നമ്മൾ നോമിനേറ്റീവിന് പഠിച്ച ടേബിൾ അല്ലേ. ഐൻ ഐനെ ഐൻ അങ്ങനെയാണ് പഠിച്ചത്. അക്യൂസാറ്റീവിൽ എന്ത് മാറ്റമാണ് നമ്മളിപ്പോൾ കണ്ടത്? ഒരേ ഒരു മാറ്റമേ ഉള്ളൂ. മാസ്കുലൈൻ്റെത് ഐൻ എന്നുള്ളത് ഐനനാവും. ഫെമിനൈൻ്റെ ഐനെ തന്നെ ആയിരിക്കും, നോയിട്രലിൻ്റെ ഐൻ തന്നെ ആയിരിക്കും, മാറ്റമൊന്നുമില്ല. മാസ്കുലൈൻ മാത്രമാണ് മാറുക. ഐൻ എന്നുള്ളത് ഐനനാവും. നോമിനേറ്റീവ് നമ്മൾ പഠിച്ചത് ഐൻ ഐനെ ഐൻ എന്നാണ്. അക്യൂസാറ്റീവിൽ അത് ഐനൻ ഐനെ ഐൻ ആവും. ക്ലിയർ ആണോ? ഇനി നമുക്ക് ബെസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ നോക്കാം. ബെസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ നമ്മൾ നോമിനേറ്റീവിൽ നമ്മൾ പഠിച്ചത് ദർ, ദി, ദസ്, ദി എന്നാണ്. അപ്പോൾ ദർ എന്നുള്ളത് മാസ്കുലൈൻ. അപ്പോൾ അതിൻ്റെ ഓരോ എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ നോക്കിക്കേ. വി ഫിൻഡെസ്റ്റ് ദു ദേൻ ഹൂട്ട്, എൻ്റെ ഹാറ്റ് എങ്ങനെയുണ്ട് എന്നാണ് ഒരു ചോദ്യമായിട്ട് ചോദിച്ചായിരിക്കുകയാണ്. അതിന് ആൻസർ ആയിട്ട് ദേൻ ഹൂട്ട് ഫിൻഡെ ഇഷ് ഷോൺ,
ആ ഹാറ്റ് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. ഷോൺ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ദേൻ ഹൂട്ട് എന്നാണ് ഉപയോഗിച്ചില്ലേ. നമ്മൾ ഇവിടെ ഹിൻഡ് തന്നിട്ടുണ്ട് ഹൂട്ട് അഥവാ ഹാറ്റ് എന്നുള്ളത് മാസ്കുലൈൻ ആണെന്ന് തന്നിട്ടുണ്ട്. ഹൂട്ട് എന്നാണ് തന്നില്ല. അപ്പോൾ മാസ്കുലൈൻ. പക്ഷേ എന്തുകൊണ്ട് ദേൻ ഉപയോഗിച്ചു? അപ്പോൾ മാസ്കുലൈൻ്റെ ബെസ്റ്റിമിറ്റ് ആർട്ടിക്കിൾ ദേർ ദി ദസ്തി അല്ല. മാസ്കുലൈൻ്റെത് ദേർ എന്നുള്ളത് ദേനാവും. ഇവിടെ ദേനാണ്. അടുത്തത് ഒരു എക്സാമ്പിൾ ഫെമിനൈൻ്റെ തന്നിട്ടുണ്ട്. വി ഫിൻഡസ്റ്റ് ദു ദി ഹോസെ. ഹോസെ എന്ന് പറഞ്ഞാൽ പാൻ്റാണ്. ഈ പാൻറ് എങ്ങനെയുണ്ട്? ദി ഹോസെ ഫിൻഡെ ഇഷ് കൂൾ. ആ പാൻറ് എനിക്ക് നല്ല കൂൾ അടിപൊളിയായിട്ട് തോന്നി. ഇപ്പോൾ ഇവിടെ ദി ഹോസെ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പാൻറ്റിൻ്റെ ആർട്ടിക്കിൾ ശരിക്കും ദി തന്നെയാണ്. നോമിനേറ്റീവിൽ ഇ എന്ന് തന്നിട്ടുണ്ട്. ഈ അത് എൻഡിങ് ആണ് കേട്ടോ. ദി എന്നുള്ളതിൻ്റെ ഈ എൻഡിങ് ആണ് ഈ ഹോസെ എന്ന് ഹിൻ്റായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ദി തന്നെയാണ് നമ്മൾ നോമിനേറ്റീവിലും ഇത് പഠിച്ചിട്ടുള്ളത്. അക്വസാറ്റീവിലും ഇ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഫെമിനൈൻ്റെത് നോമിനേറ്റീവ് അക്വസാറ്റീവ് സെയിം ആണ്. അടുത്തത് നോയിട്രൽ. വി ഫിൻഡസ് ദു ദ സ്ക്ലൈഡ്. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ദ സ്ക്ലൈഡ് ഫിൻഡേഷ് എലഗാൻറ്റ്. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര എലഗൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ വീണ്ടും ദസ് എന്നുള്ള സാധനം നമ്മൾ നോയിട്രൽ നോമിനേറ്റീവിൽ ദസ് തന്നെയാണ് പഠിച്ചത്. അതുപോലെ തന്നെ അക്വസാറ്റീവിലും ദസ് തന്നെയാണ് വരുന്നത്. ലാസ്റ്റ് പ്ലൂരൽ. വി ഫിൻഡസ്റ്റ് ദു ദി ഷൂഹെ. ഷൂഹെ എന്ന് പറഞ്ഞാൽ ഷൂസ് ആണ്. ഇത് പ്ലൂരലാണ് കേട്ടോ. ഷൂ എന്ന് പറയുന്നത് സിംഗിൾ അല്ല, പ്ലൂരലാണ്. രണ്ടെണ്ണമാണല്ലോ. അപ്പോൾ ദി ഷൂഹെ ഫിൻഡെ ഇഷ് ടോയർ. ടോയർ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. ദി ഷൂഹെ ഫിൻഡെ ഇഷ് ടോയർ എന്ന് പറഞ്ഞാൽ ഷൂസ് എനിക്ക് നല്ല എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇവിടെയും പ്ലൂരലിൻ്റെ ആർട്ടിക്കിൾ എന്താണ്? ദി എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഈസി അല്ലേ പഠിക്കാൻ? ടേബിൾ നമ്മൾ നോമിനേറ്റീവിൽ എന്താ പഠിച്ചത്? ദേർ ദി ദസ് ദി എന്നാണ് പഠിച്ചത്. അക്വസാറ്റീവിലാവുമ്പോൾ അത് എന്താവും? ഒരേ ഒരു മാറ്റമേ വരൂ. മാസ്കുലൈൻ്റെത് ദേർ എന്നുള്ളത് ദേനാവും. ദേൻ ദി ദസ് ദി. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. അങ്ങനെയാണ് ബെസ്റ്റിമിറ്റ് ആർട്ടിക്കിൾ വരിക. ഇനി നമുക്ക് നെഗറ്റീവ് ആർട്ടിക്കിളും കൂടി നോക്കാം. നെഗറ്റീവ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ അല്ല അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയുന്ന ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ നെഗറ്റീവ് ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ട് പറയാം. നമ്മൾ നോമിനേറ്റീവിൽ എങ്ങനെയാണ് പഠിച്ചത്? കൈൻ കൈനെ കൈൻ കൈനെ അങ്ങനെയാണ് പഠിച്ചത്. അക്വസാറ്റീവ് നോക്കി നോക്കാം. ഹാസ് ദു ഐനൻ കൂലി. നിങ്ങളുടെ അടുത്തൊരു പെണ്ണുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പെണ്ണിൻ്റെത് 6 കൂലിയാണെന്ന് തന്നിട്ടുണ്ട്. അതായത് ഡർ കൂലിയാണ്, മാസ്കുലൈൻ ആണ് എന്ന് തന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഐനൻ എന്നാണ് ഉപയോഗിച്ചത്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, മാസ്കുലൈൻ്റെ എസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ ഐനനാണ്. ആൻസർ ആയിട്ട് 9 ഇഷ് ഹാബെ കൈനൻ കൂലി. ഇല്ല, എൻ്റെ അടുത്ത് പെണ്ണില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാസ്കുലൈൻ്റെ നെഗറ്റീവ് ആർട്ടിക്കിൾ എന്താ? കൈനനാവും. അത് നിങ്ങൾക്ക് ഈസിയാണ്, ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. നമ്മൾ എസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ലെഫ്റ്റ് ഭാഗത്ത് ഒരു കെ ഇട്ട് കഴിഞ്ഞാൽ അത് നെഗറ്റീവായി. ഐനൻ എന്നുള്ളത് കേട്ട കൈനനായി. അതാണ് മാസ്കുലൈൻ്റെ നെഗറ്റീവ് ആർട്ടിക്കിൾ. അപ്പോൾ അടുത്ത് നോക്കാം. ഐനെ ഓർ ദ ഹാസ് ടു ഐനെ ഓർ ഡു ഐ ഹാവ് എ വാച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല, എൻ്റെ അടുത്ത് വാച്ച് ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 9 ഇഷ് ഹാബ് എ കൈനെ ഓർ. അപ്പോൾ ഐനേക്ക് ഇപ്പുറത്തൊരു കേട്ട് കൈനെ ഓർ കെ എഴുതി കഴിഞ്ഞാൽ അതെന്തായി? ഫെമിനൈൻ്റെ നെഗറ്റീവ് ആർട്ടിക്കിളായി അക്വസാറ്റീവിൽ. ഹാസ് ദു ഐൻ ലീനിയാൽ. ലീനിയാൽ എന്ന് പറഞ്ഞാൽ സ്കെയിലാണ്. നിങ്ങളടുത്ത് സ്കെയിൽ ഉണ്ടോ എന്ന് ചോദിച്ചത്. ഐൻ ലീനിയാൽ നോയിട്രലാണ്. 9 ഇഷ് ഹാബ് എ കൈൻ ലീനിയൽ. നോ, ഐ ഡോണ്ട് ഹാവ് എ സ്കെയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഐൻ എന്തായി? കൈനായി. ഓക്കെ. അപ്പോൾ മാസ്കുലൈൻ്റെ ഫെമിനൈൻ്റായി, നോയിട്രലൈനി പ്ലൂരൽ. ഹാസ് ടു കിൻഡർ. നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? 9 ഇഷ് ഹാബ് എ കൈനെ കിൻഡർ. എനിക്ക് കുട്ടികളില്ല. അപ്പോൾ ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്? കൈനെ ആയി. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ അക്വസാറ്റീവ് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? നോമിനേറ്റീവിൽ കൈൻ കൈനെ ആയിരുന്നു. അക്വസാറ്റീവിൽ അത് കൈനൻ കൈനെ കൈൻ കൈനെ ആവും. അപ്പോൾ ടോട്ടൽ ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ എന്ത് വ്യത്യാസം ഉണ്ടാകുക? നമ്മൾ ബെസ്റ്റിമേറ്റ് നോമിനേറ്റീവിൽ പഠിച്ചത് ദേർ ദി ദസ്തി എന്നാണ്. ബെസ്റ്റിമേറ്റ് ഐൻ ഐനെ ഐനാണ്. നെഗറ്റീവ് കൈൻ കൈനെ എന്നാണ്. അതിൽ എന്ത് മാറ്റം വരിക? ആകെ ഒരേ ഒരു കാര്യത്തിലെ മാറ്റം വരൂ. മാസ്കുലൈനിൽ ദേർ ദി ദസ്തി എന്നുള്ളത് ദേൻ ദി ദസ്തി ആവും. ബെസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ ഐൻ ഐനെ ഐൻ എന്നുള്ളത് ഐനൻ ഐനെ ഐനാവും. നെഗറ്റീവ് ആർട്ടിക്കിൾ കൈൻ കൈനെ എന്നുള്ളത് കൈനൻ കൈനെ കൈനെ എന്നാവും. ഇങ്ങനെയാണ് ടേബിൾ വരിക. ഇനി നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്കുള്ളതൊക്കെ എളുപ്പമായിരിക്കും. അതായത് അക്വസാറ്റീവ് ഓർഡർ നോമിനേറ്റീവ്. അക്വസാറ്റീവ് ആണോ നോമിനേറ്റീവ് ആണോ എന്ന് പറയണം. ദസ് ഈസ്റ്റ് ഐൻ ആപ്ഫൽ. ഇത് എന്ത് ടൈപ്പ് സെൻറ്റൻസ് ആണ്? ഇത് നോമിനേറ്റീവ് ടൈപ്പ് സെൻറ്റൻസ് ആണ്. എന്തുകൊണ്ടായി? കാരണം ഇവിടെ ഒരു ഐൻ ആപ്ഫൽ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദസ് ഈസ്റ്റ് ഐൻ ആപ്ഫൽ. അത് ഒരു ആപ്പിൾ ആണ്. അപ്പോൾ അത് നോമിനേറ്റീവ് ആണ്. രണ്ടാമത്തെ നോക്കിക്കേ. ഡർ ആപ്ഫൽ ഈസ്റ്റ് ഗ്രീൻ. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ എന്ന് പറയുന്ന കളറിൻ്റെ പേരാണ് ഗ്രീൻ. ഡർ ആപ്ഫൽ ഈസ്റ്റ് ഗ്രീൻ. ഇത് എന്ത് സെൻറ്റൻസ് ആണ്? നോമിനേറ്റീവ് തന്നെയാണ്. കാരണം ഇവിടെയും ദി ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ. ഇഷ് ഹാബെ ഐനൻ ആപ്ഫൽ. എൻ്റെ അടുത്തൊരു ആപ്പിൾ ഉണ്ട്. ഇത് എന്ത് ടൈപ്പ് സെൻറ്റൻസ് ആണ്? ഇത് അക്വസാറ്റീവ് ടൈപ്പ് സെൻറ്റൻസ് ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ
ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. എന്തുകൊണ്ട് ഇത് അക്യൂസാറ്റീവ് ആയി? ഇഷ് ഹാബെ ഐനൻ ആപ്ഫൽ എന്ന് പറയുന്നതിൽ ഇഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഓൾറെഡി ആ സെൻറ്റൻസിൽ വന്നു. രണ്ടാമത് ആപ്പിൾ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വരുമ്പോൾ അത് അക്യൂസാറ്റീവ് ആയേ പറ്റൂ. അപ്പോൾ ഐൻ ആപ്ഫൽ അല്ല, അത് മാസ്കുലൈനിൽ എഴുതുമ്പോൾ ഐനൻ ആപ്ഫൽ ആവും. ഇഷ് ഹാബെ ഐനൻ ആപ്ഫൽ. ലാസ്റ്റത്തത് ദേൻ ആപ്ഫൽ ഫിൻഡെ ഇഷ് സ്യൂസ്. സ്യൂസ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. ദേൻ ആപ്ഫൽ ഫിൻഡെ ഇഷ് സ്യൂസ്. അതായത് ഇവിടെയും ഇത് അക്യൂസാറ്റീവ് ആവും, കാരണം ദി ആപ്പിൾ, ആ ആപ്പിൾ എനിക്ക് നല്ല മധുരമുള്ളതായിട്ട് തോന്നി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഈ ആപ്ഫൽ എന്ന് പറയുന്നത് അക്യൂസാറ്റീവ് ആയേ പറ്റൂ. അപ്പോൾ ഈ ലാസ്റ്റത്തെ രണ്ട് സെൻറ്റൻസും അക്യൂസാറ്റീവും ആദ്യത്തെ രണ്ട് സെൻറ്റൻസും നോമിനാറ്റീവും ആണ്.